കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. കനയ്ക്കിട്ടൊരു പണി കൊടുക്കാണ്ട് ജഡ്ജ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അവസാനം രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോ തന്നെ കനക പറഞ്ഞു, ഇന്നലെ നീ എന്നെ ഇവിടെ മദ്യം കുടിപ്പിച്ച് കടത്തിയിട്ട് നീ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചില്ലേ? പക്ഷെ പണി പാളിപ്പോയല്ലേ ജലജയെന്ന് ചോദിക്കുക. ഇനി അതിനാണോ നീ എന്നെ മുറി പൂട്ടിയിട്ടെന്ന് ചോദിക്കുക. അതിനാണോന്നോ? അതിന് മാത്രമല്ല, നിന്റെ ഊടായ്പ പരിപാടികളുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നീ കാണിച്ച ആ അന്യായം ഉണ്ടല്ലോ, മേലാല് അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യം നീ നിന്റെ മോനുമായിരിക്കും ഈ വീട്ടിൽ നിന്ന് പുറത്താന്ന്. ഇനി ഞാൻ പറഞ്ഞില്ല, കേട്ടിരുന്ന് വേണ്ടാന്ന് പറയാം. ഇത് കേട്ടുമ്പോൾ ജലജയ്ക്ക് മനസ്സിലായി, ഒരു പക്ഷേങ്കിൽ ഇവൾ അതല്ല അതിലപ്പുറം ചെയ്യും. പെട്ടെന്ന് ജലജ ചോദിച്ചു, നീ എന്തിനാ ഇന്നലെ തല്ലിയത് എന്തിനാന്ന് മനസ്സിലായില്ലേ? നീയേ എന്റെ ബാഗിനകത്ത് മാല ഒളിപ്പിച്ചു വെച്ചു, അതിനു വേണ്ടി നിനക്കിട്ട് ഞാൻ തല്ലിയെന്ന് പറയാം. ഇത് ജലജയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല. പിന്നീട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു ചെറുവെല്ല എന്റെ നേർക്കോ എന്റെ കുട്ടികളുടെ നേർക്കോ എടുത്തിട്ടുണ്ടല്ലോ, അതോടെ നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാനിവിടെ പൊളിച്ചെടുക്കൂന്ന് പറയാം എന്നും പറഞ്ഞ് കനക അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ജലജയ്ക്ക് ആകപ്പാടെ ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയായിപ്പോയി. പിന്നീട് ജലജ പുറത്തേക്ക് ചെല്ലുക. അപ്പൊ അവിടെ അഭി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണേ? എന്ത് പറയാനാ? എന്തേ നിന്റെ ഭാര്യയുടെ അനിയത്തിനെ അവരുടെ അമ്മേനെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ നോക്കിയിട്ട് അവസാനം എനിക്കിട്ട് തന്നെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു പറയാം. അമ്മ കാര്യം പറ. ദേ ഇന്നലെ അവൾക്കിട്ടൊരു പണി കൊടുത്താ, പക്ഷെ അതെനിക്കിട്ട് തിരിച്ചു കിട്ടിയെന്ന് പറയാണ്. പിന്നീട് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ പറയാം. അമ്മയല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, അവരുടെ സ്വഭാവം അറിയാവുന്നല്ലേ. എനിക്ക് അതല്ലട മോനെ ഒരു പേടിയുള്ള. ഇനിയിപ്പോ നയനെ വീഡിയോസ് എങ്ങാനും ഇവിടെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതോട് കൂടി തീർന്നു. ഇനി നയനെ എങ്ങനെയായാലും ഒന്ന് കയ്യിലെടുക്കണം. അവളുടെ അടുത്തൊന്ന് ചെന്ന് ചോദിച്ചാ ആ വീഡിയോസ് ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ കാണിക്കോ എന്തോ, അങ്ങ് ചെന്ന് കൊടുക്ക്. ഇപ്പൊ എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി, ഞാൻ നോക്കട്ടെ. അവളുടെ മുറി കയറിയ ഫോണൊന്ന് അടിച്ചു മാറ്റാൻ പറ്റിയാലോ? മുറിയിലെ കയറി ഫോൺ അടിച്ചു മാറ്റിയത് തന്നെയാ. അല്ലടാ, ഒരു പക്ഷേ ചാർജിലെ ഫോൺ ഇട്ട് കഴിയുമ്പോ എടുത്ത് നോക്കിയാലോ? അമ്മ ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് നയനെ അങ്ങോട്ട് വരുന്നത്. നയനെ കണ്ടതും ജലജ എന്നിട്ട് ചോദിച്ചു, അല്ല നയനെ, ഇന്നലെ നീ വീഡിയോ എടുത്തെന്ന് പറഞ്ഞ കാര്യം ശരിയാണോന്ന് ചോദിക്കും. ഇത് കേട്ടാ നയനെ പറഞ്ഞു, അതെ ശരിയാണ്. അല്ല സത്യം പറ, നീയാ എന്താ അപ്പച്ചിക്ക് എന്തായാലും സംശയം ഉണ്ടോന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ നിനക്കറിയാലോ, ആ വീഡിയോസ് അങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവെന്ന് പറയാം. അപ്പൊ അപ്പച്ചിക്ക് ആ പേടിയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ പേടിയുള്ള ആളാണോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നത്? അതും എന്റെ അമ്മേനെയൊക്കെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചിക്ക് ചേരുന്ന പണിയാണോ എന്ന് ചോദിക്കുക. അത് മാത്രമല്ല, ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലോ മുത്തശ്ശൻ എന്ത് സംഭവിച്ചാൽ അതിനെക്കുറിച്ച് പോലും ചിന്തിച്ചില്ല അപ്പച്ചി. ഇത്രയ്ക്ക് ക്രൂര മനസ്സാണെന്ന് ചോദിക്കുക. എന്നോട് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്റെ അമ്മയോടോ ഇവിടുത്തെ മുത്തശ്ശനോടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ നയനെ ക്ഷമിക്കില്ലെന്ന് പറയാം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഈ തവണത്തേക്ക് നീ എന്നോട് ക്ഷമിക്കുക, ആരെയും ആ വീഡിയോ കാണിക്കില്ലെന്ന് പറയാണ്. നയന പറഞ്ഞാ ആലോചിക്കട്ടെ, അപ്പച്ചി നേരാൻ വേണം നിൽക്കുവാണെങ്കിൽ ഞാൻ ആരെയും കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് കയറി പോവാ. പിന്നീട് നയന മുറിയിലേക്ക് വന്നപ്പോൾ ആദർശ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആദർശ് പത്രം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പം നയനൊരു ചായ എടുത്തോണ്ട് വരട്ടേന്ന് ചോദിക്കാം. അല്ല ഇപ്പൊ വേണ്ട, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറയണം. ശരിയെന്ന് പറയാം. അല്ല നീ എന്തെടുക്കാൻ പോ, എനിക്ക് കുറച്ച് ജോലികളും കൂടി ഉണ്ട് അടുക്കളയില്, ഞാൻ അത് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാണ്. പിന്നീട് നയന ചെന്ന് കഴിയുമ്പോഴത്തേനും കനക അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ കനക എന്തേ ഇവളാണ് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഇവള് നേരം ഫുഡ് പോലും കഴിക്കുന്നില്ല മോളേന്ന് പറയാം നയനയെ കണ്ടപ്പോഴത്തേനും. അല്ല അതെന്ന് നവ്യേച്ചിക്ക് കഴിച്ചാൽ എനിക്കറിയത്തില്ല എന്ന് പറയണം. നവ്യ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ പോലും തോന്നില്ല, എന്റെ മനസ്സിലാണെങ്കിൽ ഇന്നലെ എന്റെ അമ്മായിമ്മ ചെയ്ത പ്രവൃത്തികളൊക്കെ കിടക്കുമെന്ന് പറയാം. അതോർത്തിട്ടാണോ? അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട, ആ കാര്യം വിട്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. അറിയാലോ അപ്പച്ചിയുടെ സ്വഭാവമൊക്കെ അറിയാവുന്ന കാര്യല്ലേ, പിന്നെ ഇതിനെ നമ്മൾ അതിനെക്കുറിച്ച്. എന്നാലും അതല്ലല്ലോ, ഒരു പക്ഷേങ്കില് അമ്മനെ നമ്മളെയും കൂടെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനല്ലേ എന്റെ അമ്മായിമ്മ ചെയ്തേന്ന് പറയാം. ഒരു കാര്യം ചെയ്യും, ചേച്ചിക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാം, ചേച്ചി ജ്യൂസ് കുടിക്കുക, ചേച്ചിയുടെ ഉള്ളൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. ഈ സമയം നവ്യ പറഞ്ഞു, അതെ നിങ്ങളോട് കുടിക്കുക, ഇവിടെ നിൽക്കണേ ഇച്ചിരി ആരോഗ്യമൊക്കെ വേണം, ഇവരോട് പോരടിക്കണമെങ്കിലേ ഇച്ചിരി ആരോഗ്യം വേണമെന്ന് പറയാം മനുഷ്യന്. ഈ സമയത്ത് അവിടുന്ന് ജയന്റെ ശബ്ദം കിട്ടെ, മോളെ നയനെന്നും വിളിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ്. ഹാളിന്നാണ് വിളിക്കണേ. അത് അച്ഛന്റെ സൗണ്ടാണല്ലോ, അച്ഛൻ എന്തിനാ പോലും വിളിക്കുന്നത്? ഇത് കേട്ടാൻ കനയ്ക്ക് ടെൻഷനാ. എന്റെ ഭഗവാനെ, ഇനി അടുത്ത എന്തെങ്കിലും പ്രശ്നമാണോ? അപ്പൊ അങ്ങനെ അവരും കൂടി ചെല്ലുവാണ്. ചെന്ന് എന്താ വെച്ചാൽ നയനെ ചോദിക്കുക. അതെല്ലാരും കൂടെ വരട്ടെ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിനെയും ദേവേനെയും എല്ലാവരെയും കൂടെ വിളിക്കുകയാണ്. അങ്ങനെ എല്ലാരും കൂടെ ഹാളിലേക്ക് വന്നു. ഈ സമയം മുത്തശ്ശൻ ചോദിച്ചു, എന്താ കാര്യം? നീ എന്താ ഒന്നും പറയാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. ഈ സമയം കനയ്ക്ക് വല്ലാത്ത ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പോ അടുത്ത പരിപാടി എന്തെങ്കിലും ജലജ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? പറയാൻ പറ്റില്ലല്ലോ. ഈ സമയം നവ്യ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, മോഹം കണ്ടിട്ട്
സന്തോഷമുള്ള പോലെ തോന്നുന്നത്, പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നില്ല എന്ന് പറയാം. അതെ, ഞാൻ ഒരു സന്തോഷ വർത്താനം പറയാനായിട്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയണം. സന്തോഷ വാർത്തയോ? അതെന്ത് സന്തോഷ വാർത്തയാണെന്ന് ചോദിക്കുക. അതെ, ഈ പ്രാവശ്യം നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടി നയനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഡിസൈനിന് വേണ്ടി ഇത്തവണ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അവാർഡോ? അതെ, ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവാർഡ് മുംബൈയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ദേവാലിന്റെ മുഖം അങ്ങോട്ട് കടന്നൽ കുത്തിയ പോലെ ആയിപ്പോയി. അബിക്കും അതോടൊപ്പം തന്നെ ജലജിക്കുവാണെങ്കിലോ, എന്റെ ദൈവം എങ്ങനെയല്ലേ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ. കാരണം ഇവൾക്ക് ഇത്ര വലിയ അംഗീകാരം കിട്ടിയേക്കുന്നേ. അപ്പൊ ഈ സമയം മുത്തശ്ശൻ ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, അല്ല ആദ്യമായിട്ടല്ലേ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ അവാർഡ് വരുന്നത്? അതെ അച്ഛാ, ആദ്യമായിട്ടാ വരുന്നതെന്ന് പറയണേ. ഇന്ന് വരെ ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അല്ലേലും എനിക്കറിയായിരുന്നു നയനമോൾ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഓരോ ദിവസം ചെല്ലുന്നവരും ഐശ്വര്യം കൂടി വരുന്നുള്ളൂ എന്ന് പറയാണ്. പിന്നീട് മുത്തശ്ശൻ ചെന്ന് കൺഗ്രാസ് പറയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ചെന്ന് നയനെ അഭിനന്ദിക്കുവാണ്. ഈ സമയം ജലജ അബിയോട് പറഞ്ഞു, അതെ വാ നമുക്കും പോയി ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തേക്കാം. അല്ല ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ അസൂയാന്നും പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുവാന്നേ പറയുള്ളൂ. കനകയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കനകയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം പോലും ആയിരുന്നില്ല. കാരണം സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമല്ല ഇങ്ങനെ ഒരു ടെസ്റ്റ് നടക്കുമെന്നുള്ളത്. ഈ സമയമാണ് അനിയുടെ ഫോൺ ബില്ലടിച്ചത്. അപ്പം മീഡിയക്കാരായിരുന്നു വിളിച്ചത്. അതെ, ഏട്ടത്തിന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആള് വന്നിട്ടുണ്ടെന്ന് പറയാം. ഇത്ര പെട്ടെന്നോ എന്നും മുത്തശ്ശൻ ചോദിക്കോ. ഈ സമയം ജയൻ പറഞ്ഞു, അല്ലച്ചാ ഇതിപ്പോ എല്ലാരും ഫ്ലാഷ് ആയില്ലേ, അതുകൊണ്ട് ഇന്റർവ്യൂ എടുക്കാൻ വന്ന എന്ന് പറയാണ്. ശരി ശരി, നമുക്ക് താഴേക്ക് ചെല്ലാന്ന് പറഞ്ഞ് അങ്ങോട്ട് താഴേക്ക് ചെല്ലുവാണ്. അങ്ങനെ നയനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. ഇന്റർവ്യൂ ചെയ്തപ്പോൾ നയനോട് ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിന് പ്രചോദനം തന്ന ആരാ, ഇതിലേക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി വരാൻ കാരണം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് നയന പറഞ്ഞു, അതെ എൻ്റെ വീട്ടിലാണ് ശരി, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം കെട്ടിച്ചു വിട്ട വീട്ടിലാണ് ശരി, എനിക്ക് ഫുൾ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഇത്ര നല്ല ഡിസൈനിങ് വരയ്ക്കാൻ പറ്റിയത്. അല്ല ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോന്നി? അടുക്കള ജോലി ആണെങ്കിലും ഈ ഡിസൈൻ വർക്കൊക്കെ ആണെങ്കിലും അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഒരു പക്ഷേങ്കിൽ ഞാൻ അടുക്കള ജോലി ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഓരോ ഐഡിയാസുകളൊക്കെ ഇങ്ങനെ വരും, ഡിസൈനിങ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ അത് പേപ്പറിൽ വരച്ചു വെക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. പിന്നെ വീട്ടിൽ വെച്ച് നേരത്തെ എൻ്റെ അച്ഛന് ഞാൻ സഹായിക്കുമായിരുന്നു. അച്ഛന് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജോലിയാണ്. അപ്പം അച്ഛനെ സഹായിച്ച് അത്യാവശ്യം അങ്ങനെയൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും എനിക്ക് എൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റി. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ സൗഭാഗ്യം ഉണ്ടായിരിക്കണമെന്ന് പറയാം. പിന്നീട് പറഞ്ഞു, എന്തായാലും കൊള്ളാട്ടോ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര നല്ലൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവരെല്ലാം പ്രശംസിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം എല്ലാവരും കൂടെ നിന്നിട്ട് കുടുംബക്കാരെല്ലാം കൂടെ ചെന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് പറയാണ്. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിൽക്കുവാണ്. ഈ സമയം ദേവേനയുടെ മുഖം വല്ലാതിരിക്കുവാണ്. ജയൻ ചോദിച്ചു, നിന്റെ മുഖത്തിന് ആ സന്തോഷമില്ലാത്ത, നീ ഒന്ന് ചിരിക്ക് ദേവേനെന്ന് പറയാം. അതിന് ചിരി വന്നാലല്ലേ ചിരിക്കാൻ പറ്റുള്ളൂ, പിന്നെ എങ്ങനെയാ ചിരിക്കണേന്ന് പറയാണ്. കാരണം ഇത്രയും വലിയൊരു അംഗീകാരം നയനക്ക് കിട്ടി. കാരണം അവൾ അടുക്കള ജോലി എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് അവൾക്ക് ഈ അംഗീകാരങ്ങൾ കിട്ടിയിരിക്കുന്നത്. അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. പിന്നീട് ഫോട്ടോ സെക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം ആദർശനാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് ആദർശന്റെ മനസ്സിൽ. കാരണം നയനക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടാന്ന് പറഞ്ഞാലേ അത് കമ്പനിക്കും കൂടെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ട അന്ന് വരച്ച ഡിസൈനിങ് അതൊരു ഗംഭീര ഡിസൈൻ തന്നെ ആയിരുന്നു. പിന്നീട് നയനയുടെ അടുത്തേക്ക് ആദർശ് വന്നിട്ട് പറഞ്ഞു, കൺഗ്രാസ് പറയണം. അതിന് ആദർശാണ് എന്തിനാ കൺഗ്രാസ് പറയുന്നത്? ആദർശാനും കൂടെ കാണുമല്ലേ, കാരണമല്ലേ ഞാൻ ആ ഡിസൈൻ ചെയ്തെന്ന് പറയണം. എന്നാലും അതല്ലല്ലോ, നീയല്ലേ. പക്ഷെ നിന്റെ കഴിവുകൾ ഞാൻ ഇതിനു മുമ്പൊന്നും കണ്ടിരുന്നില്ല, ഇപ്പോഴാണ് എനിക്കത് കുറേയൊക്കെ മനസ്സിലാവുന്നതെന്ന് പറയാണ്. കേട്ടപ്പാ നയനോ, അതല്ലല്ലോ അങ്ങനെയാണല്ലോ, നമ്മുടെ കൺമുന്നിലുള്ളതിന് നമുക്കൊരു വിലയും കാണത്തില്ലോ എന്ന് പറയണം. ഓ, കിട്ടിയ അവസരം നീ അങ്ങോട്ട് മുതലാക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം നയനോ, അങ്ങനെയൊന്നുമില്ല, ഒരു പക്ഷേങ്കിൽ ആദർശേന്റെ എല്ലാവരുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ അംഗീകാരം ഒന്നും കിട്ടുമല്ലോ ആദർശേട്ടാ. ആദർശാനും എല്ലാവരും ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് ഈ അംഗീകാരം കിട്ടിയെന്ന് പറയാം. ആദർശ പറഞ്ഞു, അല്ല ഈ അംഗീകാരം കിട്ടിയാൽ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്ത് ചെലവ് വേണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ആകപ്പാടെ വേണ്ട എന്താന്ന് ആദർശേണ്ണ അറിയാലോ, ആദർശേണ്ണ സ്നേഹം മാത്രം മതി. അങ്ങനെ അവരിങ്ങനെ കയ്യെ പിടിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയെ കണ്ടു. മുത്തശ്ശിയോട് തെങ്ങ് നോക്ക്, കണ്ടോ രണ്ടുപേരും കൂടെ പരിസരം വളർന്നു നിന്നാ പ്രണയിക്കണമെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, ഈ കാഴ്ച കാണാനായിട്ട് എത്രമാത്രം നമ്മൾ കൊതിച്ചിട്ടുണ്ടല്ലേ വസുന്ധരന്ന് ചോദിക്കുക. ശരിയാ, പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പൊ ആദർശമാന് നല്ല സ്നേഹമുണ്ട് നയനമോടെന്ന് തോന്നേ. ഈയിടെയായിട്ടുള്ള പെരുമാറ്റം. മുത്തശ്ശൻ പറഞ്ഞു, അന്ന് വീട്ടിൽ പോയതിന് ശേഷമാ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. ഈ സമയം കനക ഗോവിന്ദനെ വിളിക്കുകയാണ്. ഗോവിന്ദനെ വിളിച്ചിട്ട് നയനക്ക് കിട്ടിയ സൗഭാഗ്യത്തെക്കുറിച്ചൊക്കെ പറയണം. ഇത് കേട്ടോ ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി. ഗോവിന്ദ് നേരെ നന്ദുവിനോട് ഇന്ന് പറയുകയാണ്. നന്ദുവിനും വലിയ സന്തോഷമായി. ഈ സമയം നന്ദു നമ്മളും കൂടെ അവിടെ വേണ്ടായിരുന്നില്ല അച്ഛാ എന്ന് പറയാണ്. ഗോതമ്പ് പറഞ്ഞു, ശരിയാ മോളെ. ഈ സമയം ഗോതമ്പ് കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയിട്ട് വന്നാലോ, നയന മോളെ കണ്ടു വന്നാലോ എന്ന് ചോദിക്കും. വേണ്ടച്ചാ,
വേണ്ട, പോയാൽ ശരിയാവത്തില്ല. ഈ സമയം അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. പ്രത്യേകിച്ച് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല. ഇനിയിപ്പം ചേച്ചിക്ക് ഞാനായിട്ടൊരു വിഷമവും കൊടുക്കത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചിനെ ഞാൻ വിളിച്ച് പിന്നെ കൺഗ്രാസ് പറഞ്ഞോളാന്ന് പറയാം എന്നും പറഞ്ഞ് നന്ദു അങ്ങോട്ട് കയറിപ്പോവാ. ഗോവിന്ദന് മനസ്സിലായി. കാരണം നന്ദുവിന്റെ മനസ്സിൽ എത്രമാത്രം വിഷമമുണ്ട്. ഇങ്ങനൊരു അവസരത്തിൽ അവളുടെ ചേച്ചിനെ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കും. പക്ഷെ അവൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അനാമിക എങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഇനിയിപ്പം വലിയ സംശയമായി, വഴക്കായി, പിന്നെ അടുത്ത പ്രശ്നമായി. അങ്ങനെ ഈ കല്യാണം മുടങ്ങും. ഒരു കാരണവശാലും അത് പാടില്ല. അതുകൊണ്ടാണ് ഇനി താനും കൂടെ പോണ്ടെന്ന് വെക്കുന്നത്. പിന്നീട് നയന നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണം. നന്ദു പറഞ്ഞു, കൺഗ്രാസ് ചേച്ചി, അത് നേരത്തെ ചേച്ചിക്ക് കിട്ടേണ്ടായിരുന്നു പറയണം. നയന പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും പറയണ്ട, അതിന് മാത്രം കഴിവൊന്നും എനിക്കില്ലെന്ന് പറയണം. ഇത് കേട്ട നന്ദു പറഞ്ഞു, കഴിവില്ലെന്ന് ആര് പറഞ്ഞു? ചേച്ചിക്ക് കഴിവില്ല, പിന്നെ ആർക്കാ കഴിവുള്ളതെന്ന് ചോദിക്കുക എന്നും പറഞ്ഞ് നയനയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാം. എന്ന് ചോദിച്ചു, അല്ല മോളെ, നിന്റെ വിഷമങ്ങളൊക്കെ കുറഞ്ഞു എന്ന് ചോദിക്കുക. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമം ഇല്ലാന്ന് പറയണം. അതേ സങ്കടപ്പെടൊന്നും വേണ്ട കേട്ടോ, നീ ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും ഏത് വന്നാലും നിന്റെ ചേച്ചി നിന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് നയന ഫോൺ വെക്കുന്നത്. ഈ സമയം നന്ദുവിന് വല്ലാത്തൊരു വിഷമമായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു വിഷമത്തോടു കൂടി നന്ദു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.